നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളുമായി ലൈവ് at 6 തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതൻ. മാവേലിക്കര സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് 3ാം കേസിൽ ജാമ്യം കിട്ടിയതോടെ അവസാനിച്ചത് 18 ദിവസത്തെ ജയിൽവാസം. ആദ്യ പരാതിയിൽ ഗുരുതര പരാമർശങ്ങളുമായി ഹൈക്കോടതി. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് മാറ്റി. ശബരിമല കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ല, തിരികെ എത്തിച്ചത് പഴയ പാളികൾ തന്നെ. മൊഴി നൽകി VSSC ശാസ്ത്രജ്ഞൻ. കവർന്നത് ചെമ്പ് പാളികളിൽ പൊതിഞ്ഞ സ്വർണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികൾ ജയിലിൽ തുടരും. 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്ത് കൊല്ലം വിജിലൻസ് കോടതി തന്ത്രിയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് മാറ്റി. നിയമസഭയിൽ പിണറായി സതീശൻ വാക്പോര്. സംഘപരിവാറിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒരുപോലെ എതിർക്കുന്നവരാണ് തങ്ങളെന്ന് മുഖ്യമന്ത്രി. പ്രതിപക്ഷം അസത്യം പ്രചരിപ്പിക്കുന്നു. കേരളത്തിലേത് തീവ്ര വലതുപക്ഷ സർക്കാർ എന്ന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വളർച്ച കൂടിയെന്ന് സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. GSDP 6.19%. തനത് നികുതി വരുമാനം 3.1% കൂടിയെന്നും സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് നാളെ. ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത. ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ അമിത പ്രതീക്ഷ വേണ്ടെന്ന് ധനമന്ത്രി ന്യൂസ് 18നോട്. പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ് സർക്കാർ ജനങ്ങളെ പറ്റിച്ചെന്ന് പ്രതിപക്ഷം. പെൻഷൻ വർദ്ധിപ്പിച്ച സർക്കാർ എന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. സ്പീക്കർക്കെതിരെ ലോക് ഭവൻ. ഗവർണറുടെ കത്തിൽ സ്വീകരിച്ച നടപടി മര്യാദാ ലംഘനം. ലോക കേരള സഭയ്ക്ക് ഗവർണർക്ക് ക്ഷണമില്ല. MP-മാർ മത്സരിക്കണോ എന്ന കാര്യത്തിൽ കേരളത്തിൽ ഭിന്നത. യോഗത്തിൽ വ്യത്യസ്ത നിലപാടുണ്ടായെന്ന് KPCC അധ്യക്ഷൻ. അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേത്. നിയമസഭയിൽ പരിഗണിക്കേണ്ടവരുടെ സാധ്യതാ പട്ടിക കൈമാറി മലപ്പുറം DCC. സ്പ്രിംഗ്ലർ കേസിൽ പ്രതിപക്ഷത്തിന് തിരിച്ചടി. കോവിഡ് കാലത്ത് ആരോഗ്യ വിവരങ്ങൾ ചോർത്തിയെന്ന വാദം നിലനിൽക്കില്ല. സർക്കാർ വിവരങ്ങൾ ശേഖരിച്ചതിൽ തെറ്റില്ലെന്നും ഹൈക്കോടതി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. അപകടം ബാരാമതി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗിന് ശ്രമിക്കവേ. പൈലറ്റുമാർ ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന 5 പേരും കൊല്ലപ്പെട്ടു. അനുശോചിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ഐക്യനീക്കത്തിൽ വെള്ളാപ്പള്ളിയുടേത് തന്ത്രപരമായി നീക്കുമെന്ന് G. സുകുമാരൻ നായർ. പൊളിച്ചതിനു പിന്നിൽ മറ്റാരുമില്ല. പത്മഭൂഷണ് പിന്നിൽ രാഷ്ട്രീയമെന്നും പ്രതികരണം. NSSനെ തള്ളാതെ വെള്ളാപ്പള്ളി നടേശൻ. ഹിന്ദു ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് ആവർത്തിച്ച് വെള്ളാപ്പള്ളി. സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ NIA റെയ്ഡ്. പരിശോധന SDPI പ്രവർത്തകരുടെ വീടുകളും ഓഫീസുകളും കേന്ദ്രീകരിച്ച്. ചാവക്കാട്ടെ SDPI നേതാവ് ഫാമിസ് അബൂബക്കറിന്റെ വീട്ടിലും പരിശോധന. ഐക്യശ്രമം തകർന്നതിന് പിന്നാലെ G. സുകുമാരൻ നായരെ പുകഴ്ത്തി വെള്ളാപ്പള്ളി നടേശൻ. സുകുമാരൻ നായർ നിഷ്കളങ്കനാണെന്നും ഡയറക്ടർ ബോർഡിലുള്ള രാഷ്ട്രീയമുള്ളവരാണ് ഐക്യശ്രമങ്ങൾ തകർത്തതെന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചു. ആരും സുകുമാരൻ നായരെ കുറ്റപ്പെടുത്തരുതെന്നും ചേർത്തലയിൽ നടന്ന SN ട്രസ്റ്റ് യോഗത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞു. അദ്ദേഹം നിഷ്കളങ്കനായ സുകുമാരൻ നായർ അദ്ദേഹത്തിന്റെ സ്വന്തമായ അഭിപ്രായം ആദ്യം പറഞ്ഞുവെങ്കിൽ ഒരു സംഘടനയിൽ ഇരിക്കുമ്പോൾ ആ സംഘടനയുടെ സെക്രട്ടറി എന്ന നിലയിൽ ആ കമ്മിറ്റിയിലുണ്ടായ സംവാദത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എടുക്കുന്ന തീരുമാനം പറയേണ്ട ബാധ്യത അതിൻ്റെ സെക്രട്ടറിക്കുള്ളതുകൊണ്ട് അദ്ദേഹം അത് ഇപ്പോൾ അറിയിച്ചു പത്രം ദ്വാരാ മാത്രമാണ്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്. ആ എന്ത് രാഷ്ട്രീയ ഉദ്ദേശം? അത് ചിലരെല്ലാം വ്യാഖ്യാനങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പ് വരുന്നതെന്നും മാത്രമല്ല എന്തിനു പറയുന്നു, ചില പത്രങ്ങളിൽ സത്യങ്ങൾ പറഞ്ഞല്ലോ. പല പത്രങ്ങൾക്കെല്ലാം സത്യം പറയാൻ മടിയാണ്. എൻ്റെ ചോര കുടിക്കാനാണ് പലർക്കും താല്പര്യം. സത്യം തുറന്നു പറയാനും എഴുതാനും പലരും കാണിക്കാറില്ല എൻ്റെ മര്യാദ.
അത്ര ധർമ്മം പോലും ചിലർ കാണിക്കാറില്ല. എന്നെ നശിപ്പിക്കാനുള്ള പ്രവണതയ്ക്ക് ആക്കം കൂട്ടാനാണ് ചിലരുടെ ശ്രമം. അതിനുള്ള ചർച്ചയിൽ വന്നപ്പോൾ രാഷ്ട്രീയ ഇടപെടലുണ്ടായി എന്ന് ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഏത് റിപ്പോർട്ടും ആകട്ടെ, റിപ്പോർട്ട് ഉണ്ടാകാതിരിക്കട്ടെ, അത് പിന്തിരിയേണ്ടി വന്നു. ഒരു വിഷമവുമില്ല, പ്രതിഷേധവുമില്ല. നായർ സമുദായം നമ്മുടെ സഹോദര സമുദായമാണ്. ആ നായർ സമുദായം, ആ സഹോദര സമുദായത്തെ ഇങ്ങനൊരു തീരുമാനം ഉണ്ടായി എന്നതിൻ്റെ പേരിൽ പ്രിയമുള്ള സഹോദരന്മാരെ, NSS നേതൃത്വത്തെയോ സുകുമാരൻ നായരെയോ ഒരിക്കലും നിങ്ങളാരും തള്ളിപ്പറയരുതേ എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. കാരണം ഇതിനകത്ത് ഈ ചോര കുടിക്കാൻ നടക്കുന്ന ചില കുറുക്കന്മാരുണ്ട്, ചില രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ അടവ് നയമുണ്ട്. നിഷ്കളങ്കനായ സുകുമാരൻ നായർ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ആദ്യം വന്നത്. അതേസമയം വെള്ളാപ്പള്ളിയുടേത് തന്ത്രപരമായ മറുപടിയെന്ന് G. സുകുമാരൻ നായർ പ്രതികരിച്ചു. ഡയറക്ടർ ബോർഡിലുള്ള രാഷ്ട്രീയക്കാരാണ് ഐക്യം തകർത്തതെന്ന വാദവും സുകുമാരൻ നായർ തള്ളി. വെള്ളാപ്പള്ളിയുടെ പത്മ പുരസ്കാരത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് സംശയിക്കുന്നതായി, ഐക്യം തകർക്കാൻ ഇതുൾപ്പെടെ കാരണമായെന്നും അദ്ദേഹം മറുപടി പറഞ്ഞു. അതായത് മകൻ BJP-ക്കാരൻ, അദ്ദേഹം ചർച്ചയ്ക്ക് വേണ്ടി വരുന്നു. 2-3 ദിവസം കഴിയട്ടെന്ന് പറഞ്ഞ് 3-4 ദിവസം പോയി കഴിഞ്ഞപ്പോൾ ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇന്ന് വരെ ആ വരുന്ന കാര്യത്തെപ്പറ്റി ഞങ്ങൾ ഈ തീരുമാനം എടുക്കുന്നിടം വരെ എപ്പോൾ വരും, എങ്ങനെ വരും എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ചർച്ച നടന്നിട്ടില്ല, ഐക്യം പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ആ സാഹചര്യത്തിൽ ഞാനിത് എൻ്റെ സംഘടനാ നേതൃത്വത്തെ അറിയിച്ചു. അല്ല, അദ്ദേഹം ഈ കാര്യത്തിന് അവർ അച്ഛനോ മകനോ വന്നിട്ടില്ല. മകനെ വിടാമെന്നൊടുവിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, മകനോട് ഞാൻ പറഞ്ഞു വരണ്ട, കാരണം ഇതിനകത്ത് നിങ്ങൾ രാഷ്ട്രീയ നേതാവാണ്. രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. വിശദാംശങ്ങളുമായി G. ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. NSS SNDP ഐക്യം എന്ന വാദങ്ങൾ അത് കഴിഞ്ഞ ദിവസം തന്നെ G. സുകുമാരൻ നായർ തള്ളിക്കളഞ്ഞതാണ്. അതിന് പിന്നാലെ വെള്ളാപ്പള്ളി ഇന്ന് ചില അനുനയ സ്വരത്തിലുള്ള ചില സംഭാഷണങ്ങൾ നടത്തുന്നു. പക്ഷെ അതിനും ഒരു രാഷ്ട്രീയത്തോടെ അതിലെ രാഷ്ട്രീയം തുറന്നു കാട്ടിക്കൊണ്ടാണ് G. സുകുമാരൻ നായരുടെ പ്രതികരണം എന്നുള്ളതാണ്. തന്ത്രപരമായ സമീപനമാണ് വെള്ളാപ്പള്ളി സ്വീകരിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് G. സുകുമാരൻ നായർ ഇന്ന് മറുപടി പറഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. മാത്രവുമല്ല, നിഷ്കളങ്കനാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുകുമാരൻ നായരെ പുകഴ്ത്തി പറയുന്ന വെള്ളാപ്പള്ളിയുടെ നിലപാടിലെ തന്ത്രവും G. സുകുമാരൻ നായർ ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് താൻ തന്നെയാണ്, അതായത് ഡയറക്ടർ ബോർഡിലെ ഏതെങ്കിലും ആളുകളുടെ രാഷ്ട്രീയമല്ല തൻ്റെ തീരുമാനത്തിൽ മുഴച്ചത്, താൻ തന്നെ നേരിട്ടിറങ്ങിയാണ് ഈ തീരുമാനം എടുത്തത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് കടുത്ത മറുപടി തന്നെ G. സുകുമാരൻ നായർ നൽകുന്നു എന്നതാണ് ഇന്ന് പെരുന്നയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ഈ പത്മ അവാർഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഈ തുഷാറിനെ ചർച്ചയ്ക്ക് വിടാൻ തീരുമാനിക്കുന്നു, അത് പിന്നെയും വൈകുന്നു, ഇതിനിടെ തൊട്ടു പിന്നാലെ പത്മ അവാർഡ് വരുന്നു. അതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയമുണ്ട് എന്ന് അദ്ദേഹം സംശയിക്കുന്നു എന്നാണ് ഇന്നും ആവർത്തിച്ചത്. അതായത് പത്മ അവാർഡ് ഇതിനിടയിൽ വന്നൊരു വില്ലനായി മാറി എന്ന് G. സുകുമാരൻ നായർ ഇന്ന് സ്ഥിരീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഐക്യം ഇനി മുന്നോട്ട് പോകില്ല എന്ന് G. സുകുമാരൻ നായർ പറയുകയാണ്. വെള്ളാപ്പള്ളിയുടെ പ്രതികരണം ഇനി എങ്ങനെ ഉണ്ടാകും എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇന്ന് വളരെ അനുനയ ശ്രമത്തോടെ ചില തന്ത്രങ്ങളൊക്കെ വെള്ളാപ്പള്ളി പയറ്റിയെങ്കിൽ പോലും ഒരുപക്ഷെ ഇനിയും തുടർന്ന് അങ്ങോട്ട് എന്താകും പ്രതികരണം, കൂടുതൽ കടുത്ത പ്രതികരണത്തിലേക്ക് വെള്ളാപ്പള്ളി കടക്കുമോ എന്നൊക്കെയുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനനുസരിച്ചായിരിക്കും G. സുകുമാരൻ നായരുടെ മറുപടിയും ഉണ്ടാകുക. എന്തായാലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അനുകൂലമായൊരു നിലപാടെടുക്കാൻ തങ്ങളില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും സംസ്ഥാന സർക്കാരിന്റെ ഫലത്തിൽ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ സാമുദായങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടതിലടക്കം അദ്ദേഹം ഫലത്തിൽ ഇന്നും പ്രശംസിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. NSSന്റെ എല്ലാവരും NSS നായന്മാരാണ് എന്ന് പറയുന്നില്ല, പക്ഷേ NSSലുള്ള നായന്മാർക്ക് തങ്ങൾ പറയുന്നത് മനസ്സിലാകും എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ സമദൂരമായിരിക്കും ഉണ്ടാകുക. അതിപ്പോൾ പറവൂരാണെങ്കിൽ പോലും സമദൂരമായിരിക്കും ഉണ്ടാകുക. ആർക്ക് വോട്ട് ചെയ്യണം
എന്ന ഫലത്തിൽ NSSന്റെ നയം അറിയാവുന്നവർക്ക് മനസ്സിലാകും എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. BJPയോടും പ്രത്യേക വിരോധമൊന്നുമില്ല, അത് അവർ ചെയ്ത ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് താൻ ചെയ്തത്. ശബരിമല വിഷയത്തിലെ നിയമ നിർമ്മാണത്തിലടക്കം അവർ ഇടപെട്ടതില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജി സുകുമാരൻ നായർ ആവർത്തിക്കുകയാണ്. VD സതീശനെതിരായ വിമർശനം അദ്ദേഹം തുടരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ വെള്ളാപ്പള്ളിയുടെ ഐക്യ ശ്രമങ്ങളെ, ഫലത്തിൽ അതിലെ തന്ത്രങ്ങളെ, അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തെ തുറന്നു കാട്ടാനാണ് ഇന്ന് ജി സുകുമാരൻ നായർ പെരുന്നയിൽ ശ്രമിച്ചത്. VD സതീശനെതിരെ വീണ്ടും ഇന്ന് സുകുമാരൻ നായർ രംഗത്തെത്തി. കഴിഞ്ഞ തവണ പറവൂരിൽ NSS സതീശനെ സഹായിച്ചു. ഇത്തവണ ആളുകൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ, സമുദായ സംഘടനകൾ രാഷ്ട്രീയത്തിൽ ഇടപെടരുതെന്നാണ് സതീശന്റെ നിലപാടെങ്കിൽ സമുദായ സംഘടനകളുടെ തിണ്ണ നിരങ്ങാൻ പോകരുത്. ന്യൂനപക്ഷങ്ങളെ കയ്യിലെടുക്കാനാണ് സതീശന്റെ ശ്രമം. ഇന്നല്ലെങ്കിൽ നാളെ അത് ബുദ്ധിമുട്ടാവും. പറഞ്ഞത് തെറ്റായെന്ന് സതീശൻ പറഞ്ഞാൽ മാത്രം മതി, അപ്പോൾ പ്രശ്നം തീരുമെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. അങ്ങനെയാണെങ്കിൽ അവരും രാഷ്ട്രീയ കാര്യത്തിന് വേണ്ടി സമുദായ നേതൃത്വത്തെ കാണാൻ വരുന്നത് വന്ന് കണ്ടു കിടക്കരുതെന്ന് നിരങ്ങരുതെന്നൊക്കെയാണ് പിന്നിപ്പോൾ പറയുന്നത്. എന്തിനാ കാണാൻ വരുന്നത്? സമുദായ സംഘടന കാണാൻ പറ്റുന്നത്. VD സതീശൻ എവിടാ പോയി? അടുത്ത ദിവസം പോയത് സെനറ്റിന് പോയില്ല. അതുപോലെ എവിടെയെല്ലാം പോകുന്നു. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം, അവർ പൊക്കോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷേ ഇത് പറയുകയും പ്രവൃത്തി വേറൊന്നും അത് ഞങ്ങൾക്കില്ല. ഇത് പറഞ്ഞുകൊണ്ടുള്ള ഒറ്റ വിരോധമല്ല, വേറെ ഒന്നുമില്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ഇതൊന്ന് ഞാൻ തൂത്ത് കളയണം എന്ന് മാത്രം പറഞ്ഞില്ലായിരുന്നു. രഹസ്യമായി വന്ന് പറഞ്ഞത് വേറെ പലയിടത്തും പോയി പറഞ്ഞാൽ മതി. പരസ്യമായിട്ട് പത്രത്തിൽ കൂടെ നിങ്ങളൊരു യോഗത്തിൽ വെച്ച് അയാളുടെ ദൂതനെ അയച്ചിരുന്നില്ല, ഒരു യോഗത്തിൽ വെച്ച് പരസ്യമായിട്ട് ഇങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് തരികയോ ഞങ്ങളെ കാണുകയോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്കുണ്ട്. ഇനിയും തിരുത്തൽ എന്ന് വെച്ചാൽ അയാൾ ഒരുപാട് വരമ്പി ചാടിക്കഴിഞ്ഞു. വെള്ളാപ്പള്ളി നടേശന്റെ പത്മഭൂഷൺ പിൻവലിക്കണമെന്ന് SNDP സംരക്ഷണ സമിതി. വെള്ളാപ്പള്ളി നിരവധി തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണ്. രാജ്യത്തിന്റെ അഭിമാനമായ അവാർഡിനെയാണ് അവഹേളിച്ചതെന്നും അവാർഡ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് ലോക് ഭവന് മുന്നിൽ ധർണ നടത്തുമെന്നും SNDP സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് S. ചന്ദ്രസേനൻ പറഞ്ഞു. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ CC 50/2021 എന്ന് പറയുന്ന കൊല്ലം CJM കോടതിയിൽ നിലവിലുള്ള ഒരു കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. 21 കേസിലെ തട്ടിപ്പ് കേസിലെ പ്രതിയാണ്. നിരവധി FIRകൾ വേറെയുണ്ട്. വളരെ മോശമായ ക്യാരക്ടറുള്ള ഒരു വ്യക്തിയെ കേരളത്തിന്റെ മണ്ണിൽ നിങ്ങൾ എവിടെ അന്വേഷിച്ചാലും കാണില്ല. രാജ്യദ്രോഹ കുറ്റമായ അനധികൃത വയർലെസ് സെറ്റ് കേസിൽ പ്രതിയായിരുന്നു. ഇത്രമാത്രം ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് ഇപ്പോഴും ആ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ആൾക്ക് ഈ പത്മ ബഹുമതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെയാണ് അപമാനിച്ചത്. ഈ രാജ്യത്തെ അപമാനിച്ചു. പത്മ അവാർഡിനെ അതിനിഷ്ഠൂരമായ രീതിയിൽ, അതിമോശമായ രീതിയിൽ, ആ അവാർഡിനെ പോലും മോശപ്പെട്ട രീതിയിൽ പ്രതികരിച്ച വെള്ളാപ്പള്ളി നടേശൻ. ആ പത്മ അവാർഡിനെ പറ്റി എന്താ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്? നിങ്ങൾക്കെല്ലാം കിട്ടിക്കാണും. ആർക്ക് വേണം? ഏത് പട്ടി പോലും ഇത് വാങ്ങിക്കില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ഒരു പട്ടിക്കും വേണ്ടാത്ത അവാർഡാ ഈ പത്മ അവാർഡ്. ആ അവാർഡ് എനിക്ക് തന്നാ വാങ്ങിക്കില്ല. ആർക്ക് പണം കൊടുക്കുന്ന ആർക്കും കിട്ടുന്ന അവാർഡാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ പറഞ്ഞതിനെതിരായി രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തത്. അയാൾക്കെതിരായി ക്രിമിനൽ കേസെടുത്ത് ജയിലിലടക്കേണ്ട വ്യക്തിക്ക് പത്മഭൂഷൺ നൽകി ആദരിച്ച ആ നടപടിക്രമം അതാരായാലും ശരി അവർ രാജ്യത്തോട് മാപ്പ് പറയണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. മുംബൈയിൽ നിന്ന് ബാരാമതിയിലേക്ക് സഞ്ചരിക്കുന്നതിനിടെയാണ് അപകടം. വിമാനാപകടത്തിൽ അജിത് പവാറിന്റെ PAയും സുരക്ഷാ ഉദ്യോഗസ്ഥനും 2 പൈലറ്റുകളും കൊല്ലപ്പെട്ടു. രാവിലെ 8 മണിയോടെ മുംബൈയിൽ നിന്ന് പുറപ്പെട്ട വിമാനം 8:45 ബാരാമതിയിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ കത്തിയമരുകയായിരുന്നു. അജയ് സുധാ ബിജു വിവരങ്ങളുമായി. അജയ്, രാജ്യത്തെ നടുക്കിയ വിമാനാപകടങ്ങളുടെ
അത്തരം അന്ത്യങ്ങളുടെ പട്ടികയിലേക്ക് അജിത് പവാറിൻ്റെ പേര് കൂടി വരികയാണ്. ഈ അപകടത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായതെന്ന് സംബന്ധിച്ച വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. നിലവിൽ കാഴ്ച പരിമിതി കാരണമാണ് അപകടമുണ്ടായതെന്നാണ് ഏവിയേഷൻ മിനിസ്ട്രി വിശദമാക്കുന്ന ഒരു കാര്യം. ഏവിയേഷൻ മിനിസ്റ്ററായിട്ടുള്ള റാം മോഹൻ നായിഡു കുറച്ചു മുൻപേ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ കാഴ്ച പരിമിതിയാണ് ഈ അപകടം, വിമാനം ഈ തകർന്നു വീഴാൻ കാരണമെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ വിശദമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് ഈ പൈലറ്റ്, ഈ വിമാനത്തിൻ്റെ പൈലറ്റ് ആദ്യം തന്നെ ഗ്രൗണ്ട് സ്റ്റാഫിന് നിർദ്ദേശം നൽകിയിരുന്നു. കാഴ്ച പരിമിതിയുണ്ട്, അത് കാരണം റൺവേ കാണാൻ പറ്റുന്നില്ല എന്ന് ആദ്യം ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. അപ്പോൾ ഈ ഗ്രൗണ്ട് സ്റ്റാഫിൽ നിന്ന് തിരിച്ച് നിർദ്ദേശം നൽകിയത് വീണ്ടും ഒരു തവണ കൂടി ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രൗണ്ട് സ്റ്റാഫിൽ നിന്നും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഗോ അറൗണ്ട് എന്നുള്ള നിർദ്ദേശം ഗ്രൗണ്ടിൽ നിന്ന് ലഭിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് പൈലറ്റ് വിമാനം ഒന്നുകൂടി രണ്ടാമത് ഒരു തവണ ബാരാമതി പ്രദേശത്തു കൂടി ചുറ്റിച്ച് രണ്ടാമത് ഒന്നുകൂടി ലാൻഡിങ്ങിന് വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ഈ വിമാനം തകർന്നു വീണത് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഗ്രൗണ്ടിൽ നിന്ന് വീണ്ടും ലാൻഡിങ്ങിന് ശ്രമിക്കാനായി പറഞ്ഞപ്പോൾ പിന്നീട് പൈലറ്റ് അത് ശരിയെന്നത് അനുസരിച്ചു. പിന്നീട് തിരിച്ചു വരുന്ന സമയത്ത് പൈലറ്റ് റൺവേ കാണാം എന്നുള്ള ഒരു സന്ദേശമാണ് ഗ്രൗണ്ടിലേക്ക് നൽകിയത്. എന്നാൽ പെട്ടെന്ന് തന്നെ ഏതാണ്ട് ഒരു മിനിറ്റിനകം തന്നെ ഗ്രൗണ്ടും അതുപോലെ തന്നെ വിമാനവും തമ്മിലുള്ള സിഗ്നൽ കട്ടാവുകയായിരുന്നു. പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് ഏതാണ്ട് 8:45 വിമാനം കത്തി അമരുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്ന് രാവിലെ 8:10 കൂടിയാണ് വിമാനം മുംബൈയിൽ നിന്ന് ബാരാമതിയിലേക്ക് തിരിച്ചത്. 35 മിനിറ്റ് യാത്രാ സമയത്തിനിടെ വിമാനത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, അവസാനം ഈ കാഴ്ച പരിമിതി വന്ന ആ ഒരു സാഹചര്യം എന്താണ്, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും മറ്റ് ദുരൂഹതകളുണ്ടോ എന്നുള്ള കാര്യത്തിലെല്ലാം അന്വേഷണം നടക്കേണ്ടതുണ്ട്. നിലവിൽ ഏവിയേഷൻ മിനിസ്ട്രി വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാക്കളായിട്ടുള്ള പലരും, ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള ഇന്ത്യ മുന്നണിയിലുള്ള പല നേതാക്കളും ഈ വിഷയത്തിൽ ഒരു ദുരൂഹതയുണ്ടെന്നും കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. മല്ലികാർജുൻ ഖാർഗെ അതുപോലെ തന്നെ മമതാ ബാനർജിയെ എല്ലാം വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് ആവർത്തിച്ച് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. എന്തായാലും ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്ത് അതിൽ കൂടുതൽ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ ഈ അപകടത്തെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ സൂചനകൾ പുറത്തു വരികയുള്ളൂ. മഹാരാഷ്ട്രയിൽ 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് സംസ്ഥാന വ്യാപകമായി അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള മുഖങ്ങളിലൊന്നാണ് അജിത് പവാർ എന്ന് പറയുന്നത്. പാർട്ടി പിളർന്ന സമയത്തും ഒരു ഭൂരിപക്ഷം വിഭാഗത്തെ തന്നോടൊപ്പം നിർത്തി പാർട്ടിയുടെ ചിഹ്നം ഉൾപ്പെടെ നിലനിർത്താൻ സാധിച്ച നേതാവായിരുന്നു. അതുപോലെ മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇത് ജനങ്ങളുടെ നേതാവായിരുന്നു അജിത് പവാർ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചത്. വ്യക്തിപരമായി തനിക്കും അതുപോലെ NDAയ്ക്കും തീരാ നഷ്ടമാണ് അജിത് പവാറിൻ്റെ മരണത്തിലൂടെ ഉണ്ടായതെന്നാണ് ഇപ്പോൾ അമിത്ഷാ പ്രതികരിച്ച് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ മരണത്തെ അനുശോചിച്ചു നിരവധി പ്രതികരണങ്ങളും നിലവിൽ വന്നിട്ടുണ്ട്. അജയാണ് വിവരങ്ങൾ നൽകിയത്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഇന്ന് രാവിലെ ഉണ്ടായ ദാരുണമായ വിമാനാപകടത്തിലാണ് കൊല്ലപ്പെട്ടത്. അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിനൊക്കെ ശേഷം ബാരാമതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കാനായി പോവുകയായിരുന്നു. ബാരാമതി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിങ്ങിന് ശ്രമിക്കവേ വിമാനം കത്തി അമരുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 2 പൈലറ്റുമാർ, ഒപ്പം പവാറിൻ്റെ സഹായിയായിട്ടുള്ള ഒരാൾ, ഒപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥൻ, അങ്ങനെ 5 പേരാണ് ഈ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടത്. 3ാം ബലാത്സംഗ പരാതിയിൽ ജാമ്യം ലഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജയിൽ മോചിതനായി. പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് കർശന വ്യവസ്ഥകളോടെ ജാമ്യം അനുവദിച്ചത്. സാക്ഷികളെ സ്വാധീനിക്കരുത്, സമൂഹമാധ്യമങ്ങൾ വഴി ഭീഷണിപ്പെടുത്തരുത്, അന്വേഷണവുമായി സഹകരിക്കണം തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. വിവരങ്ങളുമായി VV വിനോദ്. 3ാം ബലാത്സംഗ പരാതിയിൽ അതിനാടകീയമായിരുന്നു അറസ്റ്റൊക്കെ നടന്നത്. ചടുലമായ വേഗത്തിലുണ്ടായിരുന്ന നടപടികൾ. എന്നാൽ അതിലൊക്കെ ചില പാളിച്ചകളുണ്ട് എന്നുകൂടി കോടതി ചൂണ്ടിക്കാണിക്കുന്നില്ലേ? ഈ 18 ദിവസത്തെ ജാമ്യത്തിന് ശേഷം എങ്ങനെയാണ് രാഹുൽ പുറത്തേക്ക് ഇറങ്ങിയത്? 18 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം. ശ്രീജ, ഈ പരാതിക്കാരി വിദേശത്തുള്ള പരാതിക്കാരിയാണ് 3ാമത്തെ പരാതി രാഹുലിനെതിരെ ഉന്നയിച്ചത്. ഈ കേസിലാണ് നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെടുകയും മറ്റ് കേസുകളിൽ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട അതിൽ കോടതി നടപടികൾ തുടരുന്നതിനാൽ അറസ്റ്റിന് തടസ്സമുണ്ടായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായ നീക്കത്തിലൂടെ ശ്രീജ പറഞ്ഞതുപോലെ തന്നെ വളരെ ചടുലമായി
പോലീസ് പ്രവർത്തിക്കുകയും രാഹുലിനെ പിന്നാലെ സഞ്ചരിച്ച് പിടികൂടുകയൊക്കെ ചെയ്ത സംഭവമാണ്. ആ ഹോട്ടലിൽ നിന്ന് രാഹുലിനെ പിടികൂടി ജയിലിൽ അടയ്ക്കുന്നു. 18 ദിവസം ജയിൽവാസം ത്തിൽ കഴിയേണ്ടി വരുന്നു. ഇപ്പോൾ കോടതി ഈ ജാമ്യം നൽകി കൊണ്ടുള്ള ഉത്തരവിൽ പറയുന്ന നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ്. ഈ പരാതി നൽകിയതിലെ കാലതാമസം, ബലാത്സംഗം നടന്നുവെന്ന് അവകാശപ്പെടുന്ന സമയത്തിന് ശേഷം രാഹുലുമായുള്ള ബന്ധം, വിവാഹ വാഗ്ദാനത്തിലെ വൈരുദ്ധ്യം, ഇതെല്ലാം തന്നെ ഇതിൽ ചില സംശയങ്ങളായി കോടതി ഉയർത്തുന്നുണ്ട്. പരാതിക്കാരി വിവാഹിതയാണെന്നും ആ ബന്ധം നിയമപരമായി വേർപെടുത്തിയിട്ടില്ലെന്നും കോടതി വ്യക്തമാക്കി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രതി എങ്ങനെ പരാതിക്കാരിയെ നിയമപരമായി വിവാഹം കഴിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു എന്നത് വിചാരണയിൽ തെളിയേണ്ട കാര്യമാണ്. പക്ഷേ ഈ പരാതിക്കാരി എങ്ങനെയാണ് നിയമപരമായി വിവാഹബന്ധം വേർപെടുത്താതെ മറ്റൊരു വിവാഹ വാഗ്ദാനം സ്വീകരിച്ചത്? അതും വിദ്യാസമ്പന്നയായ യുവതിയാണ്, വിദേശത്ത് ഉള്ള ഒരാളാണ്. എങ്ങനെ അത്തരമൊരു കാര്യത്തിലേക്ക് പോയി എന്നതിലും കോടതി സംശയം പ്രകടിപ്പിക്കുന്നു. ബലാത്സംഗം ആരോപിച്ച സമയത്തിന് ശേഷവും പരാതിക്കാരി രാഹുലുമായി വാട്സപ്പ് വഴിയും മറ്റും സൗഹൃദ ബന്ധം തുടർന്നിരുന്നു. പലതവണ പണം കൈമാറ്റം നടത്തിയിരുന്നു. ഇരുവരും ചേർന്നൊരു ഫ്ലാറ്റ് വാങ്ങുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു. പിന്നീട് ഈ സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ കാരണമാണ് പരാതിക്കാരി അതിൽ നിന്ന് പിന്മാറിയതെന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം സംശയത്തോടു കൂടിയാണ് കോടതി നിരീക്ഷിക്കുന്നത്. പക്ഷേ ഇതിൽ കൃത്യമായ വിചാരണ ഉണ്ടാകേണ്ടതുണ്ടെന്ന് കോടതി പറയുന്നു. മാത്രമല്ല, ഈ 18 ദിവസത്തെ റിമാൻഡ് കാലാവധിക്കുള്ളിൽ രാഹുലിനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. രാഹുലിൻ്റെ ഫോൺ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചിരുന്നു, കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയൊരു കസ്റ്റഡിയുടെ കാര്യമില്ല എന്നുകൂടി ഈ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കുന്നുണ്ട്. ശ്രീജ, ഇന്നിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിനോദ്, ഈ മറ്റ് കേസുകളിലൊക്കെ പലപ്പോഴും മറ്റ് 2 കേസുകളിലും കോടതിയിൽ നിന്ന് രാഹുലിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചത് ചൂണ്ടിക്കാണിച്ചാണ് എപ്പോഴും ഈ രാഹുലിന് അനുകൂലമായ വാദങ്ങളൊക്കെ ഉയർത്തിയിരുന്നത്. ഇപ്പോൾ ഈ കേസിലും കോടതി പറയുന്നത് നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉഭയസമ്മതപ്രകാരം ഉണ്ടായിരുന്ന ബന്ധമാണോ, ഒപ്പം പരാതി നൽകാൻ വൈകിയതിലുള്ള കാരണം, ഇങ്ങനെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒരുപക്ഷെ രാഹുലിന് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ, ഇന്നിപ്പോൾ ഹൈക്കോടതിയിലെ വാദം വിധി പറയുന്നത് മാറ്റിവെച്ചിട്ടുണ്ടല്ലോ, അവിടെ ഉൾപ്പെടെ രാഹുലിന് അനുകൂലമായേക്കാവുന്നതല്ലേ ഇന്നിപ്പോൾ കോടതിയിൽ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ? ശ്രീജ, വ്യത്യസ്തമായ കേസുകളാണ്. ഒന്നാമത്തെ പരാതിക്കാരി നൽകിയ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. അതിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് പരാതിക്കാരിക്ക് അനുകൂലമായും പ്രതികൂലമായും ഒക്കെ ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ പാസിംഗ് കമൻറ്റുകൾ എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. കേസിൻ്റെ പല ഘട്ടങ്ങളിൽ വാദം കേൾക്കുന്ന സമയത്ത് കോടതി പലതരം പരാമർശങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഒരിക്കലും അന്തിമ വിധിയെ അത് ബാധിക്കാറില്ല. ഇന്ന് എന്തിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അല്ലെങ്കിൽ ബലാത്സംഗം നടന്നു എന്ന് പറഞ്ഞതിന് ശേഷവും പാലക്കാട്ടേക്ക് പോയി, ഇത് ഒന്നാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് കോടതി ചോദിച്ച ചോദ്യമാണ്. പക്ഷേ ആ കാര്യത്തിൽ തന്നെ നിരവധിയായി രാഹുലിനെ വിമർശിക്കുന്ന, അല്ലെങ്കിൽ രാഹുലിൻ്റെ ഭാഗത്ത് കുറ്റമുണ്ട് എന്ന് നിരീക്ഷിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. കുട്ടി വേണമെന്ന് പറയുന്ന കാര്യം, അതോടൊപ്പം തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നത്, ഈ വീഡിയോ ചിത്രീകരിച്ചത്, നിർബന്ധിത ഗർഭചിത്രം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കോടതിയുടെ പരാമർശം അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ പരാതിയാണ്. ഇതിൽ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇപ്പോഴും വിദേശത്തുള്ള യുവതി കേരള പോലീസിന് മുന്നിൽ നേരിട്ടെത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ നേരത്തെ തന്നെ വിദേശത്തിരുന്ന് നൽകിയിട്ടുള്ള ഒരു മെയിൽ വഴിയുള്ള പരാതിയാണ്. ആ പരാതിയിന്മേലാണ് പോലീസിൻ്റെ നടപടി ഉണ്ടാകുന്നത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അങ്ങനെയായിരുന്നു. അതിനുശേഷം പരാതിക്കാരിയെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്താനുള്ള പദ്ധതിയാണ് പോലീസ് നടത്തിയിരുന്നത്. പക്ഷേ അങ്ങനെ അവർ എത്തിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതിൽ വ്യക്തതയില്ല. കാരണം അങ്ങനെ അവർ വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ആ പറയുന്ന രാജ്യത്ത് നിന്ന് കേരളത്തിലേക്ക് വന്ന നിരവധിയായ വീട്ടമ്മമാരുണ്ടാകും. അവരുടെയൊക്കെ തന്നെ കുടുംബജീവിതത്തെ ബാധിക്കുമെന്നുള്ള മറ്റൊരു വിഷയമുണ്ട്. അതുകൊണ്ട് ഇവരുടെ സ്വകാര്യത സംരക്ഷിക്കുക എന്നത് സർക്കാരിനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ അവർ കേരളത്തിലെത്തി മൊഴി നൽകി മടങ്ങിയിട്ടുണ്ടാകാം. ഇത് രഹസ്യരേഖയായി കോടതിക്ക് മുന്നിൽ നൽകിയിട്ടുമുണ്ടാകാം. കാരണം ഈ സമയത്ത് യാത്ര ചെയ്ത മറ്റ് സ്ത്രീകൾക്കൊന്നും തന്നെ ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇവർ വന്നോ ഇല്ലയോ എന്ന കാര്യം ഒരുപക്ഷെ രഹസ്യമാക്കി വെക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർ വന്നിട്ടുണ്ടാകില്ല. ഏതായിരുന്നാലും ഇതിൻ്റെ നിയമപ്രശ്നങ്ങൾ തുടക്കത്തിൽ തന്നെ മുൻ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. ഇതിൽ കാര്യമായി പോലീസ് നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ, അത് ഈ മൂന്നാമത്തെ പരാതിയിലാണ്. നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടോ എന്ന സംശയങ്ങൾ നിയമകേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് ഈ പരാതി നൽകുന്നതിലെ കാലതാമസം, ഈ പീഡനം നടന്നു അല്ലെങ്കിൽ ബലാത്സംഗം നടന്നു എന്നതിന് ശേഷവും ഇവർ തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു, പണമിടപാടുകൾ നടന്നിരുന്നു. മാത്രമല്ല, വിവാഹിതയായ ഒരു യുവതി ആ ബന്ധം വേർപെടുത്താതെ എങ്ങനെ
ഈ വിവാഹ വാഗ്ദാനം സ്വീകരിച്ചു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ, മാത്രമല്ല ഇരുവരും ചേർന്ന് ഫ്ളാറ്റ് വാങ്ങാൻ പദ്ധതിയിട്ടിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ പരാതിയിൽ കോടതി ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ശ്രീജ. ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. രാഹുലിനെതിരായ ആരോപണം ഗൗരവതരമെന്ന് കോടതി നിരീക്ഷിച്ചു. ഗർഭഛിദ്രം നടത്താൻ പരാതിക്കാരിയെ നിർബന്ധിച്ചു. കുട്ടി വേണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു. ഇതിന് വാട്സപ്പ് ചാറ്റ് തെളിവായുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. മാർച്ച് 17 ലൈംഗിക ബന്ധം ബലപ്രയോഗത്തിലൂടെയാണെന്നും കോടതി വിലയിരുത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആദ്യ പരാതിയിലുള്ള മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വിധി പറയാൻ മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഹൈക്കോടതി ജാമ്യ ഹർജി പരിഗണിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള നീക്കമായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുമുള്ളത്. ആ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ നിലനിൽക്കും. എന്നിരുന്നാലും ഈ കേസ് പരിഗണിക്കുമ്പോൾ, ഹർജി പരിഗണിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. മാർച്ച് 17 നടത്തിയ ലൈംഗിക അതിക്രമമാണ് പ്രധാനമായും കോടതി ചൂണ്ടിക്കാട്ടിയത്. അതായത് പരാതിക്കാരി എന്തിനാണ് പിന്നീടും പാലക്കാടേക്ക് പോയത് എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ എഫ്ഐആർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ മാർച്ച് 17 ബലം പ്രയോഗിച്ചുള്ള ലൈംഗിക അതിക്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് എന്നുള്ള കാര്യം വ്യക്തമാണ്. മാത്രമല്ല, കുഞ്ഞു വേണമെന്ന് ആവശ്യപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതിന് വാട്സാപ്പ് ചാറ്റുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതിനുശേഷം പരാതിക്കാരിയെ നിർബന്ധിച്ച് അബോർഷന് വിധേയമാക്കിയതും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലും പരാതിക്കാരിയും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റിൽ നിന്ന് വ്യക്തമാണെന്നും കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. രണ്ടു പേർ തമ്മിലുള്ള പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗികത തെറ്റല്ല, അത് ധാർമ്മികപരമായും നിയമപരമായും തെറ്റല്ല എന്ന് കോടതി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ പരാതിക്കാരിയുമായി നടന്നത് ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗികതയാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ വാദിച്ചത്. അതേസമയം ഈ പ്രത്യേക ദിവസത്തിൽ, പ്രത്യേകിച്ചും മാർച്ച് 17 എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്, ആ ദിവസത്തിൽ നടന്നിട്ടുള്ളത് ലൈംഗിക അതിക്രമമാണ്, അത് ബലം പ്രയോഗിച്ചുള്ള ലൈംഗിക അതിക്രമമാണ് എന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതേസമയം പരാതിക്കാരിയും കോടതിയിൽ അതുപോലെ പ്രോസിക്യൂഷനും 10ഓളം പരാതികൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. അത് ഗുരുതരമായ ആരോപണമാണ്. അതിൽ 3 കേസുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞുവെന്നും ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് ചൂണ്ടിക്കാട്ടുന്നു. ഇത് ഗുരുതരമായ ആരോപണമാണ്. പ്രത്യേകിച്ചും സ്ഥാനമാനങ്ങൾ കയ്യിലിരിക്കുന്ന MLA സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ ഭാഗത്തുനിന്നും ഇത്തരം അതിക്രമങ്ങൾ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഗുരുതരമാണ്. അത്തരം വിമർശനങ്ങൾക്ക് കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പാത്രമാകേണ്ടുന്ന സാഹചര്യമുണ്ട് എന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചിട്ടുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ് ഇന്ന് ഹർജി പരിഗണിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വൻ തിരിച്ചടിയായി VSSCയുടെ പരിശോധനാ ഫലം. കേസിന് ആസ്പദമായ തെളിവായി VSSC റിപ്പോർട്ട് കണക്കാക്കാമോ എന്നതിലാണ് ആശയക്കുഴപ്പം. ലഭിച്ച റിപ്പോർട്ടിലും ശാസ്ത്രജ്ഞരുടെ മൊഴികളിലുമുള്ളത് കേസിന് ബലം നൽകാത്ത വിവരങ്ങൾ എന്നതാണ് പ്രധാന പ്രതിസന്ധി. ഈ റിപ്പോർട്ട് ഉൾപ്പെടുത്തി കുറ്റപത്രം നൽകുന്നതിലും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതികളെ 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്ത് കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവ്. തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജു, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, ശ്രീകുമാർ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. അതേസമയം തന്ത്രിയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഫെബ്രുവരി 3 മാറ്റി. കട്ടിളപ്പാളി കേസിലാണ് 3-ാം തീയതി വാദം കേൾക്കുക. ദ്വാരപാലക ശില്പക്കേസിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷ ഇന്ന് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ തന്ത്രി ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. കോടതി അത് ഫെബ്രുവരി 2 മാറ്റിയിരിക്കുകയാണ്. ഇന്ന് അതുപോലെ തന്നെ മറ്റ് പ്രതികളായ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജു, സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, ശ്രീകുമാർ എന്നിവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇവരുടെ റിമാൻഡ് കാലാവധി പൂർത്തിയായതിനു ശേഷമാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്ന് ഹാജരാക്കിയത്. ഇവരെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നും ആചാരലംഘനം നടന്നുവെന്നും കാട്ടിയാണ് SIT കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ
താൻ ആചാരലംഘനം നടത്തിയിട്ടില്ല എന്നും താൻ ഈ കേസിൽ പങ്കില്ല എന്നുമാണ് തന്ത്രിയുടെ വാദം. ഈ കേസിലെ മറ്റൊരു പ്രതിയാണ് സുധീഷ് കുമാർ. സുധീഷ് കുമാറും റിമാൻഡിൽ കഴിയുകയാണ്. 90 ദിവസം പിന്നിടുന്നതോടുകൂടി നാളെയാകും ജാമ്യത്തിനായി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കുക. ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിന് മാത്രമാണ് ജയിൽ മോചിതനാകാൻ സാധിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ജാമ്യം ലഭിച്ചുവെങ്കിലും ഇപ്പോഴും റിമാൻഡിൽ കഴിയുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കേസിൽ വിചാരണ കോടതി മുതൽ സുപ്രീം കോടതി വരെ ജാമ്യത്തിനായി പ്രതികൾ ശ്രമിച്ചിരുന്നുവെങ്കിലും ജാമ്യം ലഭ്യമാകാത്ത സാഹചര്യത്തിൽ കുറ്റപത്രം അന്വേഷണ ഉദ്യോഗസ്ഥർ കുറ്റപത്രം സമർപ്പിക്കാത്തതിനെതിരെ രൂക്ഷ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കട്ടളപ്പാളി കേസിലാണ് തന്ത്രി ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ദ്വാരപാലക കേസിലും ജാമ്യാപേക്ഷ ഇന്ന് സമർപ്പിച്ചതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കട്ടളപ്പാളി കേസിലാണ് ഫെബ്രുവരി 2 കേസ് ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക. നിലവിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതും പ്രതികൾ ജാമ്യത്തിന് ശ്രമിക്കുന്നതിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നു വരുന്നത്. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് എംപിമാരുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി BJP. പ്രിയങ്ക ഗാന്ധി, അടൂർ പ്രകാശ്, ആന്റണി എന്നീ എംപിമാരുടെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. കേസിൽ കോൺഗ്രസ് നേതാക്കളുടെ പങ്ക് പുറത്തു കൊണ്ടുവരാൻ SIT തയ്യാറാവുന്നില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി കോൺഗ്രസ് നേതൃത്വം മൗനം തുടരുന്നുവെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം. സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ NIA റെയ്ഡ്. പട്ടാമ്പി, തൃത്താല, കൂറ്റനാട് തുടങ്ങി 20ഓളം കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയതായാണ് വിവരം. ചാവക്കാട് പാലയൂരിൽ SDPI നേതാവ് ഫാമിസ് അബൂബക്കറിന്റെ വീട്ടിലും NIA പരിശോധന നടത്തി. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലും NIA കേസുകളിലും ഒളിവിൽ കഴിയുന്ന പ്രതികളെ കണ്ടെത്താൻ ലക്ഷ്യമിട്ടായിരുന്നു പരിശോധന. സംസ്ഥാനത്ത് ആകമാനം PFI കേന്ദ്രങ്ങളിൽ NIA റെയ്ഡ് തുടരുകയാണ്. പ്രത്യേകിച്ചും പട്ടാമ്പി ഭാഗത്തും തൃത്താല ഭാഗത്തുമാണ് റെയ്ഡുകൾ പുരോഗമിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും സംസ്ഥാനത്ത് ആകമാനം ഒളിവിൽ കഴിയുന്ന പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് NIA ആരംഭിച്ചിരിക്കുന്നത്. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ അകപ്പെട്ടുള്ള പ്രതികൾ ഉൾപ്പെടെയുള്ളവർ ഒളിവിലാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടത് പാലക്കാട് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികൾ സ്ഥലത്തുണ്ട് എന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് NIA റെയ്ഡ് തുടങ്ങിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പട്ടാമ്പി മുതുതല കാരക്കുത്തിൽ SDPI ജില്ലാ സെക്രട്ടറി, അതുപോലെ ജില്ലാ സെക്രട്ടറി ബഷീർ മൗലവി, തൃത്താല കണ്ണനൂർ സ്വദേശിയായ റസീഫ് നഫീസ്, കൂറ്റനാട് വാവന്നൂർ സ്വദേശി SDPI പ്രവർത്തകനായ ഷഹീർ എന്നിവരുടെ വീട്ടിലാണ് റെയ്ഡ് നടത്തിയിട്ടുള്ളത്. മാത്രമല്ല PFIയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ഒരു 4-5 ദിവസത്തിന് മുൻപ് ഇടുക്കിയിൽ റെയ്ഡ് നടന്നിരുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ PFI കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് NIA റെയ്ഡ് പുരോഗമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിയുന്ന വിവിധ പ്രതികൾക്കായുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് NIA റെയ്ഡ് പുരോഗമിക്കുന്നത്. ഏറ്റവും കരുത്തുറ്റ വർഗീയ സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിച്ചിട്ടും കഴിഞ്ഞ 10 വർഷം വർഗീയ സംഘർഷം കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ സംഘടനകൾ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ടല്ല, അവരെ ചാരി ആരും നിൽക്കാത്തതുകൊണ്ടാണ് കേരളത്തിൽ സമാധാനമുള്ളത്. ഈ മാറ്റം എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അംഗീകരിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഇവിടെ എടുത്തു പറയത്തക്ക വർഗീയ സംഘർഷങ്ങളേ ഇല്ലല്ലോ. നല്ല സമാധാനം നിലനിൽക്കുകയല്ലേ. ഈ കേരളത്തിൽ വർഗീയ സംഘടനകളില്ലാത്തതുകൊണ്ടാണോ? ചില വർഗീയ സംഘടനകൾ കേരളത്തിലാണ് അവരുടെ ഏറ്റവും കരുത്തുറ്റ സംഘടനാ രൂപമെന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെയുള്ള സംഘടനകൾ ഈ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. സർ, അവർ നമ്മുടെ കേരളത്തിൽ ഒരു കാലത്തും ഒരു തരത്തിലുള്ള വർഗീയ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കാത്തവരായിരുന്നോ? ഞാൻ ആ കണക്കിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല കേട്ടോ. എടുത്തു പറയാൻ ഒരുപാട് കാര്യങ്ങളുള്ളതാണല്ലോ. ഏതെല്ലാം തരത്തിലുള്ള വർഗീയ കലാപങ്ങൾ സംഘർഷത്തിൻ്റെ ഭാഗമായി മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ അതിനെ കർക്കശമായി നേരിടുന്ന സമീപനമാണ് കേരളത്തിൽ തുറന്നു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംഘർഷങ്ങളില്ലാത്തത്. അതുകൊണ്ട് തന്നെയാണ് വർഗീയ ശക്തികൾക്ക് തലപൊക്കാൻ കഴിയാത്തത്. തലപൊക്കാൻ അവർക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, ഇടപെടാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല. ആ മാറ്റം എന്താണ് അദ്ദേഹത്തിന് അംഗീകരിക്കാൻ വിഷമം? നമ്മുടെ നാടിനെക്കുറിച്ച് കാണേണ്ട ഒരു കാര്യമല്ലേ അത്? നമ്മുടെ നാടിൻ്റെ നല്ല വശമല്ലേ അത്? സർക്കാരിന്റെ കൊള്ളരുതായ്മകൾ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം ഇടതംഗങ്ങൾക്കില്ലെന്നും
അങ്ങനെ ചിന്തിച്ചാൽ തന്നെ മുട്ടുകൂട്ടിയിടിക്കുമെന്നും വി ഡി സതീശൻ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ തെറ്റുകൾ തങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നും സതീശൻ പറഞ്ഞു. നിങ്ങൾ ചോദിക്കണം, നിങ്ങളുടെ പാർട്ടിയിലെങ്കിലും ചോദിക്കണം, വാ തുറന്ന്. അല്ലെങ്കിൽ LDF കൂടുമ്പോഴെങ്കിലും ചോദിക്കണം, എന്താണ് ഇങ്ങനത്തെ ഒരു തീരുമാനം സർക്കാർ ഹൈക്കോടതി പോയെടുത്തതെന്ന്. നേരത്തെ പറഞ്ഞപ്പോ ഈ ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന സമയത്ത് അല്ലേ ചില കാര്യങ്ങൾ എന്റെയൊക്കെ പേര് പറഞ്ഞ് ചോദ്യം ചെയ്തെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ പാർട്ടിയിലാണ് ചോദ്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചോദ്യം ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ ഇല്ലേ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ള ഒരു മുഖ്യമന്ത്രി ആ കാര്യം നമ്മളെ വിളിച്ചു വരുത്തി സംസാരിച്ച് എന്താണ് പരാതി എന്ന് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് പറയാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട്, ചങ്കൂറ്റം ഇല്ലാത്തതുകൊണ്ട് 10 കൊല്ലം മുമ്പ് ഞങ്ങളുടെ സർക്കാരിന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്നേ, കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ധൈര്യം നിങ്ങൾക്കില്ലാതെ പോയി. അത് എൻ്റെ പേര് പറയുകയാണ് എപ്പോഴും. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നേ, ഞാൻ ഇതിനു മുമ്പ് ഈ സഭയെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഗവൺമെന്റ് ശരിയായ പാതയിലല്ല പോകുന്നതെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കറക്റ്റീവ് ഫോഴ്സായി പാർട്ടിയിലൊക്കെ നിന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമില്ല, മുട്ടുകൂട്ടിയിടിക്കും. നിങ്ങൾക്ക് അതിനൊന്നുള്ള ധൈര്യം നിങ്ങൾക്കില്ല. CPM മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പയ്യന്നൂർ MLA TI മധുസൂദനന്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തുക, MLAയുടെ കൊട്ടേഷൻ പ്രവർത്തനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJPയുടെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി വി ശിവൻകുട്ടിയെ അധിക്ഷേപിച്ചിട്ടില്ലെന്ന് VD സതീശൻ. സോണിയാഗാന്ധിയെക്കുറിച്ചുള്ള പ്രസ്താവന ശിവൻകുട്ടി പിൻവലിച്ചാൽ താനും പരാമർശങ്ങൾ പിൻവലിക്കാം. സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിയത് ശബരിമലയിൽ നിന്നുള്ള സ്വർണമാണെന്നാണ് ശിവൻകുട്ടി പറഞ്ഞത്. സോണിയാഗാന്ധി മാതൃതുല്യാണെന്നും സതീശൻ പറഞ്ഞു. എനിക്കറിയാം, ഞാൻ സംസാരിക്കുന്ന സാധാരണ ഭാഷയിൽ നിന്ന് കുറച്ചുകൂടി കടന്നു പറഞ്ഞു. സത്യമാണ്. പക്ഷെ അവനൊന്നും ഇവനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളെടുത്ത് ആ പ്രസംഗം കേൾക്കും. അല്ല ഉണ്ടെങ്കിൽ ഞാൻ നടത്തിയ പ്രസംഗം ഞാൻ ഓൺ ചെയ്യുന്നു. പിന്നെ സാർ എന്നിട്ട് ഞങ്ങൾ അത് സംസാരിച്ചപ്പോൾ എന്താ പറഞ്ഞത്? നിയമസഭയിൽ അദ്ദേഹം ഞങ്ങൾക്ക് ക്ലാസ് എടുക്കണ്ട, പണ്ട് അദ്ദേഹം ചെയ്ത കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു, അത്രയേ ഉള്ളൂ. ഞാൻ വേറെ മോശമായിട്ടൊന്നും പറയില്ല, അധിക്ഷേപിച്ച്. അത് സത്യമല്ലേ? അദ്ദേഹം ഇവിടെ ഡെസ്കിൽ കയറി നിന്നും ഇവിടുത്തെ ഈ നിയമസഭ അലങ്കോലപ്പെടുത്തിയ ഒരാൾ ഞങ്ങളെ ഉപദേശിക്കാൻ വരണ്ട എന്ന് പറഞ്ഞു. സത്യമാണ്. അതിലെന്താ അധിക്ഷേപം? അത് പറഞ്ഞു, ശരിയല്ലേ അത്? പക്ഷേ ഇല്ല, ഞാൻ നിങ്ങൾക്ക് വഴങ്ങുന്നില്ല സാർ. പക്ഷേ ഞാൻ പറയുന്നത് ഞാൻ അദ്ദേഹത്തിന് വഴങ്ങുന്നില്ല. സാർ, എനിക്ക് പറയാനുള്ളത് അധിക്ഷേപിച്ച് അല്ല പറഞ്ഞത്. എങ്കിലും സാർ ഞാൻ ആ പ്രസ്താവന ഞാൻ 100% പിൻവലിക്കാൻ തയ്യാറാണ്. ഓൺ വൺ കണ്ടീഷൻ ഞാൻ പിൻവലിക്കാം. ഓൺ വൺ കണ്ടീഷൻ. പ്രിയങ്കരിയായ സോണിയാഗാന്ധിയെക്കുറിച്ച് ഈ നിയമസഭയിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നടത്തിയ ഏറ്റവും ഹീനമായ ആ പ്രസ്താവന പിൻവലിച്ചാൽ ഞാൻ പൂർവ്വകാല പ്രാബല്യത്തോടു കൂടി എന്റെ പ്രസ്താവന പിൻവലിക്കാം. ഇത് അങ്ങയെ അറിയിക്കുന്നു. കൊല്ലം കൊട്ടാരക്കര വയക്കലിൽ KSRTC ബസും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. ടാങ്കർ ലോറി ഡ്രൈവർ കുറ്റിച്ചിറ സ്വദേശി ഡോൺ ബോസ്കോ ആണ് മരിച്ചത്. KSRTC സൂപ്പർഫാസ്റ്റും എതിർദിശയിൽ വന്ന ടാങ്കർ ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. അമിത വേഗതയായിരുന്നു അപകട കാരണമെന്നാണ് വിവരം. വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, എന്താണ് വിശദാംശങ്ങൾ? ഇന്ന് ഉച്ചയ്ക്ക് 2:50 ഈ ഒരു അപകടം ഉണ്ടായത്. വലിയൊരു അപകടമാണ്. കോട്ടയം ഭാഗത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തു നിന്നും കോട്ടയത്തേക്ക് വരികയായിരുന്നു ഫാസ്റ്റ് പാസഞ്ചർ ബസ്. വൈക്കൽ ജംഗ്ഷനിൽ എത്തിയപ്പോൾ ഓർഡിനറി ബസ് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഈ ബസ്സിനെ മറികടന്ന് സൂപ്പർഫാസ്റ്റ് ബസ് വരികയായിരുന്നു. അപ്പോഴാണ് എതിർദിശയിൽ വന്ന ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ തന്നെ നിർത്തിയിട്ടിരുന്ന വാഹനത്തിലേക്കും ഇടിക്കുകയായിരുന്നു. അങ്ങനെ വലിയൊരു അപകടമാണ് സംഭവിച്ചത്. ഇതിൽ ടാങ്കർ ലോറി ഡ്രൈവറെ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം. ആ വാഹനം വെട്ടിപ്പൊളിച്ചൊക്കെയാണ് രക്ഷാപ്രവർത്തകർ പുറത്തെടുത്തത്. കൊട്ടാരക്കരയുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ കുറ്റിച്ചിറ സ്വദേശിയാണ് ഡോൺ ബോസ്കോ എന്നാണ് അയാളുടെ പേര്. മൃതശരീരം സ്വകാര്യ ആശുപത്രി മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ KSRTC ജീവനക്കാർക്കും പരിക്കുകളുണ്ട്. പക്ഷെ അവരുടെ പരിക്ക് ഗുരുതരമല്ലെങ്കിൽ പോലും ഒരു ഡ്രൈവറിന്റെ
പരിക്ക് ഗുരുതരമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റുള്ളവരെല്ലാം കൊട്ടാരക്കരയിലെ താലൂക്ക് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലുമായിട്ടെല്ലാം മറ്റുള്ള യാത്രക്കാരെ അടക്കം പ്രവേശിപ്പിച്ചിട്ടുണ്ട്. യാത്രക്കാരുടെ പരിക്കുകളൊന്നും തന്നെ ഗുരുതരമല്ല. എന്തായാലും വലിയൊരു അപകടമാണ്. ഈ വൈക്കൽ ജംഗ്ഷനിൽ മുൻപും ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ സിഗ്നൽ ലൈറ്റിന്റെ അഭാവം, അതുപോലെ തന്നെ അമിത വേഗത, ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്നാണ് ദൃക്സാക്ഷികൾ തന്നെ പറയുന്നത്. എന്തായാലും വലിയൊരു അപകടമാണ് ഇന്ന് സംഭവിച്ചത്. ശരി, എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് KSRTC ബസിന് പിന്നിൽ മറ്റൊരു KSRTC ബസ് ഇടിച്ച അപകടം. ഇന്ന് രാവിലെ 10 മണിയോടെ വെമ്പായം മഞ്ചാടിമൂട്ടിലായിരുന്നു സംഭവം. KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ് സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ പിന്നിൽ നിന്ന് വന്ന ലിങ്ക് ബസ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ലിങ്ക് ബസിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു. ഈ ബസ്സിലുണ്ടായിരുന്ന ഗർഭിണി ഉൾപ്പെടെ 10ഓളം പേർക്ക് പരിക്കേറ്റു. ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പത്തനാപുരം ഡിപ്പോയിലെ KSRTC ലിങ്ക് ബസ് സർവീസ് തുടങ്ങിയിട്ട് 4 ദിവസം മാത്രമാണായത്. അപകടത്തിൽ ചടയമംഗലം ഡിപ്പോയിലെ KSRTC ബസ് ഡ്രൈവർക്കും കണ്ടക്ടർക്കും പരിക്കേറ്റു. കൊച്ചിയിൽ 16 വയസ്സുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൊറിയൻ യുവാവിന്റെ മരണത്തിൽ മനം നൊന്താണെന്ന് വിവരങ്ങൾ. തിരുവാങ്കുളത്ത് പാറമടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 16-കാരിയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തി. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട കൊറിയൻ സ്വദേശിയായ സുഹൃത്ത് മരിച്ചു എന്ന വിവരം ലഭിച്ചെന്നും ഇതിന്റെ വിഷമം സഹിക്കാൻ കഴിയുന്നില്ല എന്നുമാണ് കത്തിൽ പറയുന്നത്. എറണാകുളം തിരുവാങ്കുളത്ത് പാറമടയിൽ കണ്ടെത്തിയ പെൺകുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് പ്രാഥമിക വിവരം. ആത്മഹത്യാക്കുറിപ്പ് കുട്ടിയുടെ മൃതദേഹത്തിനടുത്തുനിന്നും ആ മൃതദേഹം കിടന്നിരുന്ന പാറമടയ്ക്ക് അടുത്തുനിന്നും കിട്ടിയ സ്കൂൾ ബാഗിൽ ആത്മഹത്യാക്കുറിപ്പുണ്ടായിരുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ തന്റെ സുഹൃത്തായ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട തന്റെ സുഹൃത്ത്, കൊറിയൻ സ്വദേശിയായ തന്റെ സുഹൃത്ത് ഈ കഴിഞ്ഞ ജനുവരി 16 മരിച്ചു എന്നറിഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ആത്മഹത്യ. അതിന്റെ മനോവിഷമം തനിക്ക് താങ്ങാനാകുന്നില്ല, അതുകൊണ്ടാണ് താൻ ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പെൺകുട്ടിയുടെ ഫോൺ പരിശോധിച്ച ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതുമാത്രമല്ല, പെൺകുട്ടിയുടെ ഫോണുമായി ബന്ധപ്പെട്ടും അതുമായി മറ്റു സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട സുഹൃത്താണ് എന്നാണ് വ്യക്തമാകുന്നത്. കൊറിയൻ സ്വദേശിയാണ് എന്നും ആത്മഹത്യാക്കുറിപ്പിൽ സൂചനയുണ്ട്. അതേസമയം ഇത് ഫേക്ക് ID ആണോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിന് അന്വേഷിച്ചറിയേണ്ടതുണ്ട്. എന്തായാലും തിരുവാങ്കുളത്ത് +1 വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഈ പരിശോധനകൾക്ക് ശേഷമായിരിക്കും അതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. അതേസമയം ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷം ഇതിൽ ആത്മഹത്യ ആണോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം വരേണ്ടതുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കൊറിയൻ ഇൻഫ്ലുവൻസ്, അതായത് BTS ബാൻഡ് ഉൾപ്പെടെയുള്ള ഇൻഫ്ലുവൻസ്, അതുപോലെ കൊറിയൻ ഡ്രാമകൾ ഒക്കെ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് കുട്ടികളിൽ വ്യാപകമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടി ഇതിനെ വിലയിരുത്തേണ്ടുന്ന ഒരു കാര്യം കൂടി ഉണ്ട് എന്ന് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഈ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നേത്രപടലം മാറ്റിവെച്ചെന്നും പൊതുജനാരോഗ്യ രംഗത്ത് രാജ്യത്ത് തന്നെ ഇത് ആദ്യമാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. UDF കാലത്ത് തിമിര ശസ്ത്രക്രിയ നടത്തി 5 പേർക്ക് കാഴ്ച നഷ്ടമായി. UDF കാലത്ത് ചികിത്സ ലഭിക്കാതെയും പിഴവ് മൂലവും മരിച്ചത് 16 പേരാണ്. പ്രസവത്തിനിടെ 950 പേർ മരിച്ചുവെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. 5 പേർക്ക് തിമിര ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട് സർ. വിജയലക്ഷ്മി, രാജൻ, തങ്ക, ബാലൻ, കുട്ടപ്പൻ തിമിര ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് കാഴ്ചശക്തി നഷ്ടപ്പെട്ടവർക്ക് ആരോഗ്യ വകുപ്പിൽ നിന്ന് ധനസഹായം നൽകിയിട്ടില്ല. സർ, ഇത് പറയുമ്പോൾ ഇതെന്തിനാ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അവർ പറഞ്ഞതുപോലെ കാഴ്ചയില്ലാതെ തിമിര ശസ്ത്രക്രിയ ചെയ്ത് കാറ്ററാക്ട് സർജറിയാണ് സർ. ഈ ഘട്ടത്തിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ, ഇവിടെ നിന്ന് നമ്മുടെ തൊട്ടടുത്ത് ജനറൽ ആശുപത്രിയിൽ ഈ ശനിയാഴ്ച ഒരു ശസ്ത്രക്രിയ നടത്തി സർ. അത് ട്രാൻസ്പ്ലാന്റ് സർജറിയാണ്. കോർണിയ മാറ്റിവെച്ചു സർ, നേത്രപടലം മാറ്റിവെച്ചു. നേത്രാന്തത മാറ്റുന്നതിന് വേണ്ടി നേത്രപടലം മാറ്റിവെച്ചു. രാജ്യത്ത് ആദ്യമായി ഒരു ജില്ലാ ആശുപത്രിയിൽ സർ അവിടെ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു. അവിടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി. ആ രോഗി സുഖമായിട്ട് പോവുകയാണ് സർ. താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന വാർത്ത അമ്പരപ്പുണ്ടാക്കിയെന്ന ഭാവന. ആരാണ് അത്തരം വ്യാജ വാർത്തകൾക്ക് പിന്നിലെന്ന് അറിയില്ലെന്നും ഭാവന പറഞ്ഞു. ന്യൂസ് 18 കേരളത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാവന. ഭാവനയെക്കുറിച്ച് പല അഭിമുഖങ്ങളാണ്. ഭാവന മത്സരിക്കാൻ പോകുന്നു, വരുന്നു.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒരു ഇതുപോലെ ഈ പ്രൊമോഷൻസ് ഇന്റർവ്യൂസിന്റെ ഇടയിലാണ് ഞാൻ തന്നെ ഈ ന്യൂസ് ഞാൻ തന്നെ ഞെട്ടി. ഞാനോ എപ്പോ എവിടെ നവീൻ വിളിച്ചോ? ഏയ് നവീൻ മലയാളം ഒന്നും വായിക്കാൻ അറിയില്ല. നവീൻ ഇതൊന്നും അറിയില്ല. നവീൻ ഞാൻ പറയുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ അത് എനിക്കും ഭയങ്കര ഒരു സർപ്രൈസിങ് ആൻഡ് ചിരി വന്ന ന്യൂസാണ്. അത് ആരാണത് തുടങ്ങി വെച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അത് അങ്ങനെ അപ്പം തന്നെ ഞാൻ ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. IFFK പോലെയുള്ള വേദികളിൽ ഒരുപാട് പോസിറ്റീവ് എനർജി നൽകിയിട്ടുണ്ടെന്നും ഭാവന. ഇഷ്ടമുള്ള ആളുകൾക്കൊപ്പം നിൽക്കുന്നത് സന്തോഷകരമായ കാര്യമാണെന്നും ആ അവസരങ്ങൾക്ക് നന്ദിയുണ്ടെന്നും ഭാവന പറഞ്ഞു. അപ്പോൾ ഒരു സിറ്റുവേഷനെ എങ്ങനെയൊക്കെ മറികടക്കാം അതിൻ്റെ ധൈര്യം ഭാവന എപ്പോഴും കാണിച്ചിട്ടുണ്ട്. അതിനൊപ്പം നമുക്ക് കുറച്ച് സപ്പോർട്ടിങ് ഫാക്ടേഴ്സ് കൂടി വേണം. അത് ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണോ ഈ IFFKയുടെ വേദി, ഭാവനയ്ക്ക് കിട്ടുന്ന വേദികൾ അതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ ഭാവനയെ സംബന്ധിച്ച്? നമുക്ക് ശരിക്കും ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരുപാട് വേദികൾ ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ IFFK അല്ലെങ്കിൽ നമ്മൾ ഓരോ ഇവൻറ്റ്സിനൊക്കെ പോകുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, അത് ഭയങ്കര ഒരു എനർജി കിട്ടും നമുക്ക്. അതായത് ഒരു ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് നിൽക്കുമ്പോഴും നമുക്ക് ആ ഒരു എനർജി കിട്ടുമല്ലോ. തീർച്ചയായിട്ടും നമുക്കത് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. ഏറ്റവും ഒടുവിൽ സുനിത വില്യംസുമായി നിൽക്കുന്ന ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു. അപ്പോഴെന്തായിരുന്നു മനസ്സിൽ? ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ എനിക്ക് ഈ മിസ്റ്ററികളെ ഇഷ്ടപ്പെടാവുന്ന ഒരാളായതുകൊണ്ട് തന്നെ സ്പേസ്, അതർ വേൾഡ്, ഏലിയൻസ്, ബ്ലാക്ക് ഹോൾ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അറിയാൻ. നമ്മൾ വേറെ പ്ലാനറ്റിൽ ലൈഫ് ഉണ്ടോ അങ്ങനെ ഇങ്ങനെ. നമ്മൾ സ്പേസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അല്ലെങ്കിൽ ഇൻ്റർസ്റ്റെല്ലാർ പോലത്തെ ഒരു മൂവി കാണുക, അല്ലെങ്കിൽ ഗ്രാവിറ്റി പോലത്തെ ഒരു ഫിലിം കാണുക, പാസഞ്ചർ കാണുക, അതൊക്കെ ആയിരിക്കും നമ്മുടെ എക്സ്പീരിയൻസ്. പക്ഷെ അത് നേരിട്ട് പോയി അവിടെ അത്രയും ദിവസങ്ങൾ സർവൈവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. സോ ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര റെസ്പെക്റ്റ് ആയിരിക്കും അവരോട്. കാരണം നമ്മളൊന്നും ലൈഫിൽ ഒന്നും അല്ല. അവർ അവിടെ പറഞ്ഞ വാക്ക് അതാണ്. അവർക്ക് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഭൂമി എന്ന് പറയുന്നൊരു പ്ലാനറ്റാണ്. നമ്മളെല്ലാവരും അതിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെയാണ്. എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെയ്റ്റും ദേഷ്യവും വഴക്കും? നമ്മളെല്ലാവരും ഒരു പ്ലാനറ്റിൽ കഴിയുന്ന ആൾക്കാർ, നമ്മൾ ജനിക്കുന്നു മരിക്കുന്നു. സോ എന്താണ് ലൈഫ് എന്ന് ലിറ്ററലി അറിഞ്ഞിട്ടുള്ള ഒരാളാണ് സുനിത വില്യംസ് എന്ന് പറയുന്ന ഒരു ലെജൻഡാണ് അവർ. അപ്പോൾ അവരുടെ കൂടെ ഒരു വേദി പങ്കിടാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. ബിക്കോസ് നമ്മളൊക്കെ ലൈഫിൽ ഒരുപാട് ഹംബിൾ ചെയ്യുന്ന മൊമെൻറ്റ്സ് ആണ് ഇവരൊക്കെ. ബിക്കോസ് നമ്മളൊന്നും നത്തിങ്. നമ്മളൊരു പ്ലാനറ്റിൽ ശരിക്കും ഒരു വെക്കേഷന് പോലെ വന്നിരിക്കുകയാണ്. കുറച്ച് കാലം നമ്മളെല്ലാവരും മരിച്ചു പോകും. എന്താണ് നമ്മളിവിടെ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളത് നമ്മുടെ കോൺഷ്യസ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. മരിക്കുന്നതിന് മുമ്പ് ചിന്തിച്ച് സന്തോഷിക്കാൻ ഒരു 10 നല്ല മെമ്മറീസ് ഉണ്ടെങ്കിൽ വി ആർ ലക്കി. അപ്പോൾ അങ്ങനെ നമ്മളെ ഹംബിൾ ചെയ്യിക്കുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. സോ അവരെ പോലെ ഒരു ലെജൻഡ് ലിറ്ററലി അവർ സ്പേസിൽ പോയി വന്ന ആൾക്കാരാണ്. സോ തീർച്ചയായിട്ടും അത് എനിക്കൊരു വളരെ വളരെ മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. നടു റോഡിൽ നിസ്കരിച്ച് വീട്ടമ്മയുടെ പ്രതിഷേധം. തിരക്കേറിയ പാലക്കാട് IMA ജംഗ്ഷനിലായിരുന്നു നിസ്കാര പ്രതിഷേധം. ഇതേ തുടർന്ന് പ്രദേശത്ത് രൂക്ഷമായ ഗതാഗതക്കുരുക്കുണ്ടായതോടെ പോലീസ് ഇടപെട്ട് വീട്ടമ്മയെ നീക്കി. കുനിയമത്തൂർ സ്വദേശി അനീസയാണ് റോഡിൽ നിസ്കരിച്ചത്. അനീസയുടെ ഭർത്താവിന് അവകാശപ്പെട്ട ഭൂമി ബന്ധുക്കൾ തട്ടിയെടുത്തു എന്നാരോപിച്ചായിരുന്നു നിസ്കാരം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്ക്.